ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ റെയിൽവേ എക്സാംസും നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നു തുടങ്ങി. നമ്മുടെ ഈ വർഷത്തെ റെയിൽവേ എക്സാംസിന്റെ കലണ്ടർ അനുസരിച്ച് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALPയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ALPയുടെ നോട്ടിഫിക്കേഷൻ മെയ് 14 നമുക്ക് വന്നു. അത്യാവശ്യം നല്ല ഒരു വേക്കൻസി 11,000+ വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ വർഷത്തെ റെയിൽവേയുടെ കലണ്ടർ അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് വരാതിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർക്ക് എന്തൊക്കെയാണ് നമ്മുടെ റെയിൽവേ എക്സാംസിൽ വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാംസ് ആണ് ഒരു വർഷം വിളിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ വേണ്ടി എന്തൊക്കെ എക്സാംസ് ആണ് ഇനി വരാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാം ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേന്. അപ്പം ഈ ഒരു റെയിൽവേ എക്സാംസിനെ നിങ്ങൾക്ക് വേറെ എക്സാംസിന്റെ പ്രിപ്പറേഷന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയാ SSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് SSCയുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ ആണ് റെയിൽവേ എക്സാം. ബിക്കോസ് നമ്മുടെ അവിടുത്തെ ഇംഗ്ലീഷ് നമുക്കിവിടെ ഇല്ല. അവിടെ എന്ത് GK ഏരിയാസ് ആണോ നമ്മൾ പഠിക്കുന്നത് ആ ഏരിയാസ് ഇവിടെയും ഉണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ റീസണിങ് ഏരിയ നമുക്ക് 1-2 ടോപ്പിക് എക്സ്ട്രാ പഠിച്ചാൽ മതി. പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലത്തെ 1-2 ടോപ്പിക്ക് എക്സ്ട്രാ പഠിക്കാവുള്ളൂ. മാത്സ് എക്സാക്ട്ലി സെയിം ആണ്. ഒരു ചെറിയ ടോപ്പിക്ക് മീൻ, മീഡിയൻ, മോഡ് മാത്രമേ എക്സ്ട്രാ പഠിക്കാൻ വരുന്നുള്ളൂ. അതുള്ള ബാങ്ക് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു റെയിൽവേ എക്സാമിനെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് മാത്സിന്റെ അകത്ത് ഒരു 4 ടോപ്പിക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരും. ഒരു ചെറിയ 4 ടോപ്പിക്സ് ആണ് എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് റീസണിംഗ് വരുമ്പോൾ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആണ്, ഒരു പ്രശ്നം ഉണ്ടാവത്തേയില്ല. പിന്നെ GK ഏരിയ ലൈക്ക് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനത്തെ ഒരു ഏരിയാസ് നമ്മൾ ആ സബ്ജക്ട് ഒരു എക്സ്ട്രാ പഠിക്കേണ്ടി വരും ബാങ്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സാമാണ് റെയിൽവേ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ എക്സാംസ് ആണ് നമുക്ക് ഈ വർഷം ഇനി വിളിക്കാതിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ അപ്കമിംഗ് റെയിൽവേ എക്സാംസ് 2026 നിന്ന്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് റെയിൽവേ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെയിൽവേ ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എല്ലാ വർഷവും ഒരു ആനുവൽ കലണ്ടർ നമ്മുടെ SSC ഇറക്കുന്ന പോലെ തന്നെ ഒരു ആനുവൽ എക്സാം കലണ്ടർ റിലീസ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു വർഷത്തേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അവര്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അവർ വരുന്നത് അവർ അടുത്ത വർഷം ആ ഒരു ജൂലൈ ടു ഡിസംബർ വരെയുള്ള വേക്കൻസി ഏകദേശം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഇവർ ഈ നോട്ടിഫിക്കേഷൻസ് ഒന്നും കൊണ്ടുവരുന്നത്. ഓരോ നോട്ടിഫിക്കേഷനും ഓരോ മാസമായിട്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ആ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. യൂഷ്വലി എപ്പോഴും ഈ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങുന്ന മെയ് തൊട്ട് അങ്ങോട്ടുള്ള മാസങ്ങളാണ് വരുന്നത്. പിന്നെ എക്സാംസ് നടക്കുന്നതും ഒരു ഓഗസ്റ്റ് തൊട്ട് അങ്ങോട്ടുള്ള മാസങ്ങളാണ് എക്സാംസ് നടക്കുന്നത്. അപ്പോൾ ഒരു 12 to 18 month സൈക്കിളാണ് ഫോളോ ചെയ്യുന്നത് ഈ ഫുൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി. ലൈക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ തൊട്ട് ഫൈനൽ അപ്പോയിന്റ്മെന്റ് വരെ ഒരു 12 to 18 months പ്രോസസ് ആണ് ഫോളോ ചെയ്യുന്നത് മൊത്തത്തിൽ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഒരു അടുത്ത വർഷം ഈ ഒരു സമയം വരെയുള്ള വേക്കൻസീസ് ആണ് അവർ വിളിക്കാൻ നോക്കുന്നത്. സോ ദാറ്റ് ഈ പറഞ്ഞ പോലെ വേക്കൻസീസ് പെൻഡിങ് ആയിട്ട് കിടക്കാതിരിക്കാനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേക്കൻസീസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോകാൻ വേണ്ടിയൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ RRBയുടെ എക്സാം കലണ്ടർ. നിങ്ങൾ കാണാൻ പറ്റും ആനുവൽ കലണ്ടർ ഫോർ RRB റിക്രൂട്ട്മെന്റ് 2026. അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അപ്പോൾ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതും വേക്കൻസി ഒക്കെ ചെക്ക് ചെയ്യുന്നൊക്കെ ഒരു ടൈം പീരീഡ് ആണ് ജനുവരി ടു മാർച്ച് എന്ന് പറഞ്ഞത്. റെയിൽവേക്ക് വേണ്ടിയുള്ള ഒരു ടൈം പീരീഡ് ആണ്. റെയിൽവേ ജനുവരി ടു മാർച്ചിന്റെ ഇടയ്ക്കാണ് ഈ ലോക്കോ പൈലറ്റിന് വേണ്ടിയുള്ള വേക്കൻസീസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത്. ആ വേക്കൻസീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ അടുത്ത വർഷം നമ്മുടെ ഈ പറഞ്ഞ 30/6/2027 നമ്മുടെ ഒരു ജൂൺ മന്ത്, നമ്മുടെ ആ ജൂൺ മാസം വരെയുള്ള 30 ജൂൺ വരെയുള്ള 2027 വരെയുള്ള വേക്കൻസീസ് ആണ് അവർ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനനുസരിച്ച് അപ്പം ആ ഒരു അതിനു വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താ പറയാ, ഈ വേക്കൻസീസ് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഡേറ്റ്സും ആ ഒരു ഇതിന്റെ അപ്രൂവലും അത് എപ്പം തൊട്ടാണ് ഏത് സമയം വരെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതും പിന്നെ എപ്പോഴത്തേന്ന് അതിന്റെ ഒരു ഡ്രാഫ്റ്റ്, ഒരു പ്രപ്പോസലിന്റെ ഡ്രാഫ്റ്റ് എപ്പോഴത്തേന്ന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ എന്റെ ഒരു ടെന്റേറ്റീവ് ഡേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി ആയിരുന്നു നമുക്ക് ആ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ഉള്ള ടെന്റേറ്റീവ് ഡേറ്റ്. അതിനുശേഷമാണ് ആ ഡ്രാഫ്റ്റ് ഒക്കെ പിന്നെ ചെക്ക് ചെയ്യുന്ന ശേഷം അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പിന്നെ വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ മെയിലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നത്. ഇനി തൊട്ട് പുറകെ വരാതിരിക്കുന്ന എക്സാംസിനെ കുറിച്ച് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഇനി തൊട്ട് പുറകെ ഉടനെ തന്നെ നമുക്ക് വരാതിരിക്കുന്ന എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ. പിന്നെ കഴിഞ്ഞ വർഷം തൊട്ട് വിളിച്ചു തുടങ്ങിയതാണ് നമ്മുടെ സെക്ഷൻ കൺട്രോളർ. ഇപ്പം നമ്മുടെ റീസെന്റ് അതിന്റെ റിസൾട്ട് ഒക്കെ വന്നതേ ഉള്ളൂ. കഴിഞ്ഞ വട്ടം ആദ്യമായിട്ട് വിളിക്കുന്നത് അതിന്റെ റിസൾട്ട് ഒക്കെ റീസെന്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ കൺട്രോളർ കൂടി ഈ വട്ടം തൊട്ട് ഇവർ ഈ ആനുവൽ കലണ്ടറിലേക്ക് കൊണ്ടുവന്നു. ഇതിനു മുമ്പ് ഇത് ആനുവൽ കലണ്ടറിലും ഇല്ലായിരുന്നു. ആൻഡ് ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ വട്ടം ഇത് വിളിച്ചത്. അപ്പൊ ഈ വട്ടം തൊട്ട് ആനുവൽ കലണ്ടറിലേക്ക് തന്നെ അവർ കൊണ്ടുവന്നു ആ ഒരു എക്സാമിനെ. അപ്പം അതിന്റെയൊക്കെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതിനുശേഷം പിന്നെ നമുക്ക് വരാതിരിക്കുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടും കെമിക്കൽ ആൻഡ് മെട്രോളജിക്കൽ അസിസ്റ്റന്റ്. ഈ പോസ്റ്റുകൾക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ നമ്മൾ സാധാരണ ജെയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന അതിന് ശേഷം പിന്നെ നമുക്ക് പാരാമെഡിക്കലിന്റെ ഉണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എക്സാം നമ്മുടെ NTPC, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി
കാറ്റഗറി NTPC അതിന്റെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും, ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർ ലെവൽ 4, 5, 6 ആണ് ഫില്ല് ചെയ്യുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ലെവൽ 2 ഉം 3 ആണ് ഫില്ല് ചെയ്യുന്നത് പോസ്റ്റുകൾ. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ആണ് പിന്നെ വരാതിരിക്കുന്നത്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഇത്. നമ്മുടെ +2 ഉള്ളവർക്ക് എഴുതാൻ പറ്റിയതുണ്ട്, ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, ആൻഡ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് +2യുടെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ റെയിൽവേ എക്സാംസിൽ എഴുതുന്ന ഒരു എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ ഈ NTPC എക്സാംസ് ആണ് എഴുതുന്നത്. അപ്പൊ അത് വിളിക്കാൻ ഇനിയും സമയമുണ്ട്, എക്സാം നടക്കാൻ ഇനിയും സമയമുണ്ട്. പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഏകദേശം 1 വർഷത്തോളം സമയം കിട്ടുന്നുണ്ട്. എക്സാം നടക്കുന്ന വരെ നിങ്ങൾക്ക് മിക്കവാറും എക്സാം നടക്കാൻ പോകുന്നത് മെയ്, ജൂൺ ആ സമയത്തായിരിക്കും. കഴിഞ്ഞ വർഷവും ആ സമയത്ത് നടന്ന് ഈ വർഷം മിക്കവാറും ആ ഒരു സമയത്തായിരിക്കും. ഇപ്പം ഈ ഒരു സമയത്താണ് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അടുത്ത വർഷം ഇത് മെയ്, ജൂൺ ആ ഒരു സമയത്തായിരിക്കും നടക്കാൻ പോകുന്നത്. സോ ഏകദേശം 1 വർഷം സമയമുണ്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക്. ഏറ്റവും നല്ലൊരു പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഇപ്പോഴേ തന്നെ. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേക്കൻസീസും, പിന്നെ ഏറ്റവും കൂടുതൽ റെയിൽവേ എക്സാമിൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു പോസ്റ്റാണ് ലെവൽ 1 ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. 30 തൊട്ട് 37,000 വേക്കൻസിക്ക് ആയിരിക്കും അത് വിളിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ റെയിൽവേയിൽ. ഇപ്പൊ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ അല്ല റെയിൽവേയിൽ വരുന്നത്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ കേൾക്കുന്നവർ ചിലപ്പം +2 കഴിഞ്ഞവർ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിഗ്രി ഉള്ള ഒരു ഗ്രാജുവേറ്റിന് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ് ഈ ലെവൽ 1 പോസ്റ്റ്. അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും NTPCയുടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള സെക്ഷൻ കൺട്രോളിലേക്ക് വരുമ്പോൾ അതും എല്ലാവർക്കും എഴുതാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതുള്ളവർക്ക് അത് എഴുതാം. ടെക്നീഷ്യനും അതേപോലത്തെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ചിലത് പറയുന്നുണ്ട്, അതുള്ളവർക്ക് അത് എഴുതാം. പിന്നെ ജൂനിയർ എഞ്ചിനീയർ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എഞ്ചിനീയർ ആയിട്ടുള്ള അവർ പറയുന്ന കാറ്റഗറി വരുന്നവർക്ക് അത് എഴുതാൻ പറ്റും. പിന്നെ പാരാമെഡിക്കൽ ആകുമ്പോൾ എഗെയിൻ അവിടെയും ചില സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന തന്നെ 4 എണ്ണം ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പൊ ബാക്കി കിടക്കുന്നതിലും ചിലതെങ്കിലും ചിലവർക്കെങ്കിലും എഴുതാൻ പറ്റുന്നതായിരിക്കും ഉറപ്പായിട്ടും. സോ നിങ്ങൾക്ക് ഒരു വർഷം 5 കൂടുതൽ എക്സാം, അല്ലെങ്കിൽ അടുത്ത വരാതിരിക്കുന്ന ഒരു വർഷത്തിന്റെ അകത്ത് 5 കൂടുതൽ എക്സാംസ് എഴുതാൻ പറ്റും, റെയിൽവേ എക്സാംസ് മാത്രം. അപ്പം എന്തുകൊണ്ടാണ് റെയിൽവേ എക്സാംസ് നിങ്ങൾക്ക് ബാക്കി എക്സാംസിന് കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇനി വരാതിരിക്കുന്ന എക്സാംസ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ എക്സാംസിൽ ചില എക്സാംസിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറയുവാണെങ്കിൽ, ഇതാണ് നമ്മുടെ ഇപ്പം വന്ന നോട്ടിഫിക്കേഷൻ, നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALPയുടെ നോട്ടിഫിക്കേഷൻ. നമ്മുടെ ഒരു വർഷത്തെ ആദ്യത്തെ മേജർ റിക്രൂട്ട്മെന്റ് ആണ്, റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ഏറ്റവും മേജർ റിക്രൂട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതുകൂടാതെ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech BE ഉള്ളവർക്കാണ് ഇത് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചില പോസ്റ്റുകൾക്കെങ്കിലും ചില സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ 10ാം ക്ലാസ് എന്തായാലും കാണണം. പിന്നെ അവർ പറയുന്ന ചില എന്താ പറയാ സ്പെസിഫിക് ഇതിൽ ITIയോ ഡിപ്ലോമയോ BO BTech ഒക്കെ ഉള്ളവർക്ക് ഇത് എഴുതാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഇതിന്റെ പ്രോസസ്സ് വരുന്നത് ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കാണും. അത് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അടുത്ത കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കാണും. അതും ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണും, CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് കാണും. അതും കഴിഞ്ഞാണ് പിന്നെ മെഡിക്കലും ബാക്കി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡും A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത്. ഹൈ വിഷൻ ഫോക്കസ് വരുന്ന ആ ഒരു കാൻഡിഡേറ്റ്സിന് ഇത് ജോലി കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും കൂടുതൽ നോട്ടിഫിക്കേഷൻ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ALPയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ തന്നെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി വന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് ഒരു സമ്മറി പറയുവാണെങ്കിൽ, നമ്മുടെ ഈ പറയുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇത് നടത്തുന്നത്. ALPയുടെ പോസ്റ്റ് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 01/2026 നമ്മുടെ ഈ 2026 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ. അതാണ് നമ്മുടെ ALP എന്ന് പറയുന്നത്. വിളിച്ചേക്കുന്ന വേക്കൻസി നിങ്ങൾ കാണാൻ പറ്റും, ചെറിയൊരു വേക്കൻസി അല്ല, 11,127 വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. ഇപ്പൊ ലോക്കോ പൈലറ്റിന് മാത്രം 11,127 വേക്കൻസീസ്. പിന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് നമ്മുടെ 15 മെയ് തൊട്ട് 14 ജൂൺ വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ 10ാം ക്ലാസ്സും പിന്നെ ചില സ്പെസിഫിക് പറയുന്ന ഇതിന്റെ അകത്ത് ആ ഒരു പറയുന്ന ഡിഗ്രി ഉണ്ട്, ആ ഒരു എന്താ പറയാ ITIയോ ഡിപ്ലോമയോ BO BTechോ ഉണ്ടായിരിക്കണം. പിന്നെ ഇത് കൂടാതെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. നമ്മുടെ ഈ പേ ലെവൽ വരുന്നതോ അല്ലെങ്കിൽ ഈ പോസ്റ്റ് വരുന്ന ഒരു ലെവൽ 2 കാറ്റഗറി വരുന്ന ഒരു പോസ്റ്റ് ആണ്. 7th പേ കമ്മീഷൻ അനുസരിച്ച്. പിന്നെ ഇനിഷ്യൽ പേ വരുന്നത് 19,900. ഒരിക്കലും അതല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി, അത് ഇനിഷ്യൽ പേ ആണ്, ബേസിക് പേ ആണ്. ഇത് കഴിഞ്ഞ് ഇതിനകത്ത് അലവൻസുകളും കാര്യങ്ങളും ഒക്കെ ആഡ് ആയിട്ടാണ് നമുക്ക് സാലറി വരുന്നത്. ഓൾറെഡി സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ പറയുന്ന ജോബ് ലൊക്കേഷൻ അക്രോസ് ഇന്ത്യ ആയിരിക്കും. അതാണ് നമ്മുടെ റെയിൽവേയുടെ സൈറ്റ്. നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് അതിന്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത് ഇപ്പം വിളിച്ച നോട്ടിഫിക്കേഷൻ. ഇനി വിളിക്കാതിരിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചുകൂടി ഞാൻ പെട്ടെന്ന് ബ്രീഫ് ചെയ്ത് പോവുകയാണെങ്കിൽ, അടുത്ത നമ്മൾ പറഞ്ഞ പോലെ അടുത്ത വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഓൾറെഡി ചിലപ്പോൾ വന്നിട്ടും ഉണ്ടാവാം. അതാണ് ടെക്നീഷ്യന്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ, റെയിൽവേ RRB ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ.
അപ്പൊ അത് നമ്മുടെ ഈ മേജർ എന്താ പറയാ മെയിൻ്റനൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക, സിഗ്നൽ സിസ്റ്റംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഉള്ള ഒരു വേക്കൻസി ആണ് അതെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വേക്കൻസിക്ക് ആയിരിക്കും വിളിക്കുന്നത്. ബിക്കോസ് ലോക്കോ പൈലറ്റ് തന്നെ 11,000 വേക്കൻസിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതും വേക്കൻസി അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടായിരിക്കും. നമ്മൾ 6,600 പ്ലസ് വേക്കൻസി ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർ പറയുന്ന കുറെ പോസ്റ്റുകൾക്കായിരിക്കും കുറെ എന്താ പറയാ സ്പെസിഫിക്. നമുക്ക് ഈ സിഗ്നലിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ പറയുന്ന പല പല കാറ്റഗറി ഉണ്ടായിരിക്കും. ആ പല പല കാറ്റഗറിയിലേക്കായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ആ പല കാറ്റഗറിക്കും പല ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ പറയുന്ന കാറ്റഗറിക്കുള്ള ക്വാളിഫിക്കേഷനിൽ BSc ഡിപ്ലോമയോ എഞ്ചിനീയറിംഗോ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കായിരിക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സ്പെസിഫിക് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ ITI ക്വാളിഫൈഡ്, അതിൻ്റെ അകത്തും grade 1 grade 3 ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയായി നടത്തുന്നത്. പിന്നെ അതിന് കൂടെ സ്കിൽ ടെസ്റ്റ് കാണും. രണ്ടാമതൊരു എക്സാം കാണത്തില്ല. ഇപ്പൊ നമ്മുടെ ALP ആണെങ്കിൽ രണ്ടാമതൊരു എക്സാം ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ സിംഗിൾ CBT എക്സാമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആ സ്കിൽ ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ വേക്കൻസീസ് ഏകദേശം നമുക്ക് ഈ ആപ്ലിക്കേഷൻ മിക്കവാറും നമുക്കൊരു എന്താ പറയുക മെയ് ജൂണിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുപോലെ സെക്ഷൻ കൺട്രോൾ ആണെങ്കിലും ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ അടുത്ത ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ NTPC നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിന്റെ ഇടയ്ക്കായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ എക്സാം ആണ്. റെയിൽവേയിലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവും ഓപ്പറേഷണൽ റോൾസ് എല്ലാം വരുന്ന ഒരു പോസ്റ്റ് ആണ്. ലൈക്ക് നമ്മുടെ ഏറ്റവും നല്ല പോസ്റ്റിലായ നമ്മുടെ ടിക്കറ്റ് ചെക്കറും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോലത്തെ ഒക്കെ എല്ലാ പോസ്റ്റുകളും ഇവിടാണ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞ ഗ്രാജുവേറ്റ് ഉണ്ട്. അതിൽ ലെവൽ 4, ലെവൽ 5, ലെവൽ 6 കാറ്റഗറി പോസ്റ്റുകളാണ് ഫില്ല് ചെയ്യുന്നത്, ഏറ്റവും നല്ല പോസ്റ്റുകൾ. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്. അത് +2 ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ലെവൽ 2 ആൻഡ് ലെവൽ 3 പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യുന്നത് വരുന്നത്. നമുക്ക് ക്ലർക്കും അതേപോലത്തെ പോസ്റ്റുകളാണ് അവിടെ വരുന്നത്. അവിടെയും നമ്മുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കാണും. അത് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അടുത്തൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കാണും. അതും ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്തതോ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ, ടൈപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉള്ള പോസ്റ്റ് ആണെങ്കിൽ ആ സ്കിൽ ടെസ്റ്റ് കൂടി അവിടെ വരും ഉള്ള പോസ്റ്റുകൾക്ക്. അപ്പോൾ ലൈക്ക് ഇപ്പം വല്ല ടൈപ്പിംഗ് ടെസ്റ്റോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടി ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. സോ ഏകദേശം നമ്മൾ ഈ ഒരു ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കൂടി ചേർത്ത് ഏകദേശം ഒരു 15,000 വേക്കൻസീസോളം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്ങനെയായാലും ഒരു 12 തൊട്ട് 20,000 ഇടയ്ക്ക് വേക്കൻസീസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷനും നമുക്ക് ഈ പറഞ്ഞ ഒരു ജൂലൈ കഴിയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സിനൊക്കെയാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പാരാമെഡിക്കൽ, അതും ഈ പറഞ്ഞ സ്റ്റാഫ് നഴ്സും ഫാർമസിസ്റ്റും ലാബ് അസിസ്റ്റന്റും അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾക്കാണ് അത് വിളിക്കുന്നത് പാരാമെഡിക്കൽ. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ വിളിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു 7,000 to 12,000 ഇടയ്ക്ക് വേക്കൻസിക്കാണ് വിളിക്കുന്നത്. പാരാമെഡിക്കൽ ഒരു ചെറിയ കാറ്റഗറിയാണ്. അത് അവിടെ ഒരു 1,500 തൊട്ട് 2,000, 3,000 വേക്കൻസിക്കായിരിക്കും അവർ അതിന് വിളിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എക്സാമിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ലെവൽ 1 ഗ്രൂപ്പ് D പോസ്റ്റ് ഏകദേശം 30,000 to 35,000 വേക്കൻസിക്കാണ് വിളിക്കുന്നത്. ജസ്റ്റ് 10ാം ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ. പിന്നെ മേ ബി ITI കൂടി ഏതെങ്കിലും പോസ്റ്റിന് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ലെവൽ 1 എന്റെ ഫസ്റ്റ് ലെവൽ വരുന്ന പോസ്റ്റ് ആണ്. അപ്പം നമുക്ക് 10th ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട. പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസി 20,000 പ്ലസ് എന്തായാലും കാണും. നമ്മൾ യൂഷ്വലി കാണുന്ന വേക്കൻസി എന്ന് പറയുന്നത് 30,000 to 35,000 വേക്കൻസി ആയിരിക്കും നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസി എന്ന് പറയുന്നത്. പക്ഷെ അത് ഓരോ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആ വേക്കൻസി 1000 എന്താ പറയുക 1,200 1,500 അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴുള്ള വേക്കൻസി എന്ന് പറയുന്നത്. ഓവറോൾ ഓൾ ഇന്ത്യ വേക്കൻസിയാണ് ഈ 30 തൊട്ട് 35,000 വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതും അറിഞ്ഞിരിക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇത്. ഒരുപാട് പേര് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ കയറാൻ വേണ്ടി നോക്കുന്ന ഒരു ജോലി. അതിനുശേഷം പിന്നെ ബെറ്റർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. പിന്നെ ഇതിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഒരു എക്സാം കൂടാതെ. ലൈക്ക് ഒറ്റ എക്സാമേ ഉള്ളൂ. പക്ഷെ ഒറ്റ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അങ്ങനെയുള്ള എക്സാംസ് കൂടി നമുക്ക് അവിടെ വരും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് നമ്മുടെ ആ ഒരു കാലണ്ടറിൽ കാണാത്ത ഒരു സാധനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അപ്പൊ അതിന്റെ കോൺസ്റ്റബിളും SID റിക്രൂട്ട്മെന്റിന് വേണ്ടിയും വിളിക്കാറുണ്ട്. പക്ഷെ ഇതിപ്പം നമ്മുടെ 2024-25 വിളിച്ചായിരുന്നു. 2025-26 കാറ്റഗറിയിൽ വിളിച്ചിട്ടില്ല. അപ്പൊ ഇനി അടുത്ത 2026-27 കാറ്റഗറിയിൽ വിളിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഇടയ്ക്ക് ഒരു വട്ടം വിളിക്കാത്തതുകൊണ്ട് മേ ബി ഇനി അടുത്ത കേസിലെങ്കിലും കാറ്റഗറിയിലെങ്കിലും അവർ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർ ഇതിന് കൂടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ ഇതുകൂടി വിളിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ SIയുടെ പോസ്റ്റ് ഉണ്ട്, നല്ല പോസ്റ്റ്. അത് ഗ്രാജുവേറ്റ് ആയിരിക്കണം ക്വാളിഫിക്കേഷൻ. പിന്നെ കോൺസ്റ്റബിൾ ആണെങ്കിൽ 10ാം ക്ലാസ് ആയിരിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇതേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും പിന്നെ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അങ്ങനെയുള്ള ടെസ്റ്റുകളോടുകൂടി നമുക്ക് അവിടെ വരുമായിരിക്കും. നിങ്ങൾക്കറിയാം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ സെക്യൂരിറ്റിയും അങ്ങനെയുള്ള പാസഞ്ചർ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. അപ്പം ഇൻ ജനറൽ നമ്മൾ റെയിൽവേ എക്സാംസിനെ കുറിച്ച് ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാ റെയിൽവേ എക്സാമിനും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ്
എക്സാംസ് വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫസ്റ്റ് ടെസ്റ്റ് എന്തായാലും കാണും. അതിലാണ് അവർ സ്ക്രീനിങ് ചെയ്യുന്നത്. മാത്സ്, റീസണിങ്, GK ആണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത് ഒരു എക്സാം ചില പോസ്റ്റുകൾക്കെങ്കിലും കാണും, CBT2. അവിടെ ആ ഒരു സെക്കൻഡ് എക്സാമിൽ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേജിൽ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്നത്. അവിടെ ടെക്നിക്കലോ അവർ പഠിച്ച ഗ്രേഡ് ഏതാണോ, ഡിഗ്രി ഏതാണോ അത് ബേസ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഏതാണോ അതൊക്കെ ബേസ് ചെയ്തുള്ള എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും അത് വരുന്നത്. NTPCക്ക് മാത്രമാണ് സെക്കൻഡ് എക്സാം നമ്മുടെ ഇതേ സെയിം കാറ്റഗറി തന്നെ വരുന്നത്. എന്ന് പറഞ്ഞാൽ മാത്സ്, റീസണിങ്, GK തന്നെ നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് നമ്മുടെ NTPC മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം ഒരു സെക്കൻഡ് സ്റ്റേജ് എക്സാം ഉണ്ടെങ്കിൽ അവർ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഗ്രേഡിനനുസരിച്ചുള്ള എന്തെങ്കിലും എക്സാംസ് അതിന്റെ കൂടെ കാണും. പിന്നെ നമുക്ക് ചില പോസ്റ്റുകൾക്കെങ്കിലും അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജ് ആണെങ്കിൽ നമുക്കൊരു സ്കിൽ ടെസ്റ്റോ, ഫിസിക്കൽ ടെസ്റ്റോ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കുക. ടൈപ്പിങ്ങോ, ഫിസിക്കൽ ടെസ്റ്റുകളോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അതിനുശേഷം ആണ് ഏറ്റവും ലാസ്റ്റ് എല്ലാ പോസ്റ്റുകൾക്കും DV മെഡിക്കൽ കൂടി അവിടെ വരുന്നത്, ഫൈനൽ വെരിഫിക്കേഷൻ. അപ്പോൾ ഒരു ഇൻ ജനറൽ നമ്മുടെ റെയിൽവേ എക്സാംസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് 3 സ്റ്റേജ്, ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് എല്ലാവർക്കും കാണും, സെക്കൻഡ് സ്റ്റേജ് ചില എക്സാംസിന് കാണത്തില്ല, തേർഡും ഫോർത്തും മിക്ക എക്സാംസിനും കാണും, തേർഡ് സ്റ്റേജും ചില എക്സാമിന് ചിലപ്പം കണ്ടു, ചില പോസ്റ്റുകൾക്ക് ചിലപ്പം കണ്ടെന്ന് വരത്തില്ല. ബട്ട് അതർവൈസ് മിക്ക എക്സാംസിനും തേർഡ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജും മിക്ക എക്സാംസിനും ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ എടുത്ത് പറഞ്ഞത് 2 എക്സാമിന് അതിന് ഒരു സ്റ്റേജേ ഉള്ളൂ. ടെക്നീഷ്യന് ഈ സെക്കൻഡ് സ്റ്റേജ് ഇല്ല, അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് ഈ സെക്കൻഡ് സ്റ്റേജ് ഇല്ല, നേരെ ഇതിലേക്കാണ് അവർ വരുന്നത് ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ ഇങ്ങനെയാണ് നമ്മുടെ റെയിൽവേ എക്സാംസ് ഇൻ ജനറൽ പോകുന്നത്. എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുമെങ്കിൽ മിക്ക റെയിൽവേ എക്സാംസും ഫോളോ ചെയ്യുന്ന ഒരേ പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. മാത്സ്, റീസണിങ്, ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും ഇതാണ് മിക്ക റെയിൽവേ എക്സാംസും ഫോളോ ചെയ്യുന്നത്. അതിലും നമ്മുടെ ഗ്രൂപ്പ് ഡി ആണെങ്കിൽ അവർക്ക് ജനറൽ സയൻസിനൊക്കെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമുക്കവിടെ വരുന്നത്. മിക്ക റെയിൽവേ എക്സാംസിന് നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട്. 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. എക്സാംസ് ഒക്കെ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഓൾമോസ്റ്റ് 14-15 നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിലെ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമല്ല എക്സാം നടക്കുന്നത്, നിങ്ങൾക്ക് മലയാളത്തിലും എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഒരുപാട് ഷിഫ്റ്റുകളിൽ എക്സാം നടക്കുന്ന, അപ്പോൾ ആ സ്കോർ എല്ലാം നോർമലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മൾട്ടിപ്പിൾ ഷിഫ്റ്റിന്റെ റിസൾട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റെയിൽവേ എക്സാമിനെ കുറിച്ച് ഇൻ ജനറൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ റെയിൽവേ എക്സാം ഫോക്കസ് ചെയ്യുന്നവർ നിങ്ങൾ ഈ സിലബസ് ഒക്കെ ആദ്യത്തെ ഒരു 4 മാസത്തിൻ്റെ അകത്ത് നല്ലപോലെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ NCERT ബുക്സിലെ നമ്മുടെ ക്ലാസ് 6 തൊട്ട് ക്ലാസ് 10 വരെയുള്ള ബുക്സ് അത്യാവശ്യം നല്ലപോലെ ഒന്ന് കവർ ചെയ്യുക. മാത്സ് ആയാലും നമ്മുടെ സയൻസിന്റെ ബുക്സ് ആയാലും ഒക്കെ തന്നെ കവർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അത് ലാസ്റ്റ് പ്രീവിയസ് ഇയർ 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കവർ ചെയ്യുക. ലാസ്റ്റ് ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ കവർ ചെയ്യുക. അതേപോലെ തന്നെ സിലബസ് മൊത്തം കവർ ചെയ്യുക. സിലബസ് എല്ലാം കവർ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്താ പറയുക, സെക്ഷണൽ ടെസ്റ്റും ടോപ്പിക് വൈസ് ടെസ്റ്റും മോക്ക് ടെസ്റ്റുകളും, അതേപോലെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം മുമ്പ് തൊട്ട് തന്നെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പോകണം. എക്സാമിന് തൊട്ട് മുമ്പുള്ള 1 വീക്ക് അല്ല ചെയ്യേണ്ടത്. 2 മാസം മുമ്പ് തൊട്ടോ 3 മാസം മുമ്പ് തൊട്ടോ ഒരു മോക്ക് ടെസ്റ്റ് വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നെ റെഗുലർ ആക്കി പിന്നെ അത് ഡെയിലി 1 കൂടുതലാക്കി ആ ഒരു രീതിയിലായിരിക്കണം കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്, ആൻഡ് ഒരു ലോങ് ടേം പ്രിപ്പറേഷനുള്ള സമയവുമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്നാൽ കമ്പാരിറ്റീവ്ലി നമുക്കിപ്പം ബാങ്കോ SSC വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാനുള്ള കാര്യങ്ങൾ അത്രയും മാത്രം വരുന്നില്ല. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാനില്ല, ഒരു വലിയ സബ്ജക്റ്റ് തന്നെ പഠിക്കാനില്ല. പിന്നെ ബാക്കിയുള്ള 3 സബ്ജക്ട്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ ടെക്നിക്കൽ എക്സാംസ് കൂടി നോക്കുന്നവർ ആ ഒരു സബ്ജക്ട്സ് കൂടി എക്സ്ട്രാ നോക്കേണ്ടി വരും. ഇപ്പം ജൂനിയർ എഞ്ചിനീയറോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതുകൂടി എക്സ്ട്രാ നോക്കേണ്ടി വരും. സോ ഇങ്ങനെയാണ് ഒരു ഓവറോൾ നമുക്ക് ഇനി റെയിൽവേ എക്സാംസ് വിളിക്കാതിരിക്കുന്ന എക്സാംസിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തൊക്കെ എക്സാംസ് ആണ് ഇനി വിളിക്കാതിരിക്കുന്നതിനും അതിനൊരു റഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ലൈക്ക് ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എൻട്രിയിലും റെയിൽവേക്കും SSCക്കും ബാങ്കിനും ഒക്കെ വേണ്ടി ബാച്ചസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പാരലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ബാച്ചസും ഉണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. ഡെയിലി ഷെഡ്യൂൾ അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസ്സസ് നമുക്ക് അവിടെ പോകും. അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈവനിങ് ടൈം ലൈവ് ക്ലാസ്സസ് പോകും. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആണെങ്കിലോ കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സസ് ഒന്നും ഡേ ടൈം വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായതുകൊണ്ട് തന്നെ അതൊന്നും ആ ലൈവ് ക്ലാസ്സിനെ ബാധിക്കാതെ ഈവനിങ് ടൈം ആയിരിക്കും ലൈവ് ക്ലാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാവാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും ക്വിസുകളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ടോപ്പിക് ഡിസ്കഷൻസും മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്പിൽ എയുടെ സപ്പോർട്ടും ബുക്കുകളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോഴ്സസ് ആണ് ഇതെന്ന് പറയുന്നത്, ബാച്ചസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്കും ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, പിന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, ലൈക്ക് നിങ്ങൾ പഠിച്ച ഈ ഡിഗ്രിയാണ്, ഇത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെയിൽവേ എക്സാംസ് ഏതൊക്കെ ഉണ്ട്, ഇത് കൂടാതെ പാരലായിട്ട് വേറെ ഏതൊക്കെ എക്സാംസ് നോക്കാം, ഇങ്ങനെയൊക്കെ കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചസിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8713
6476466 എന്നുള്ള ഈ നമ്പറാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോഴത്തെ കറന്റ് ഉള്ള ഓഫേഴ്സിൽ നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇനി മൈൻഡിൽ വെച്ചുകൊണ്ട് ഈ ഒരു ടൈം ലൈൻ ഒക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക. ഏറ്റവും നല്ല ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ നിങ്ങൾ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. ആൻഡ് ചാനലും ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും പ്രാക്ടീസും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.